ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള JCX ബ്രാൻഡിന്റെ JXE LC80 ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. 10,000 രൂപ മുതൽ 15,000 രൂപ വിലയിലുള്ള RC കാർ വീഡിയോയുടെ പാർട്ട് 4 വീഡിയോ ആണ്. അപ്പോൾ ഫോളോ ആൻഡ് സപ്പോർട്ട്. JXE LC80 ഒരു 1:12 സ്കെയിൽ 4 വീൽ ഡ്രൈവ് ക്രൗളർ ആണ്. 3 കളറിൽ അവൈലബിൾ ആണ്, ബ്ലൂ, ഗ്രേ ആൻഡ് യെല്ലോ. അപ്പൊ വണ്ടിയുടെ സ്പെക്ക് നോക്കാം. 370 ബ്രഷ്ഡ് മോട്ടർ ആണ് വരുന്നത്. 1100 mAh ലിപ്പോ ബാറ്ററി ആണ് വരുന്നത്. 7.4 വോൾട്ട്. ചാർജിംഗ് ടൈം വരുന്നത് 1.5 hours ആണ്. ഇതിനകത്ത് 2 ഗിയർ ഉണ്ട്. സോ ഹൈ സ്പീഡ് ആണെങ്കിൽ 35 മിനിറ്റ്സ് റൺ ടൈമും കിട്ടും. അതുപോലെ തന്നെ ലോ സ്പീഡ് ആണെങ്കിൽ 16 മിനിറ്റ് റൺ ടൈമും കിട്ടും. 20 ഗ്രാം 3 വയർ സെർവോ ആണ് വരുന്നത്. 13 ആംപിയർ ബ്രഷ്ഡ് ESC ആണ് വരുന്നത്. ടോപ്പ് സ്പീഡ് വരുന്നത് 9 km/h ആണ്. ടൊയോട്ട ഒഫീഷ്യൽ ലൈസൻസ്ഡ് ബോഡിയാണ് വരുന്നത്. ടൊയോട്ടയുടെ ബാഡ്ജ് ഒക്കെ വരുന്നുണ്ട്. ഹാർഡ് ബോഡിയാണ്. അത്യാവശ്യം ഡീറ്റെയിലിംഗ് എല്ലാം ഉണ്ട്. റൂഫ് റാക്ക്, സർഫ് ബോർഡ്, പെയർ വീല്, സ്നോർക്കിള്, അങ്ങനെ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കിഡിലൻ ഒരു ഇന്റീരിയറും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഓയിൽ ഫിൽഡ് ഷോക്ക് അബ്സർ ആണ് വരുന്നത്. സാധാരണ ഈ റേഞ്ച് RC കാറുകളിൽ വരാത്തൊരു ഐറ്റം ആണ് ഈ ഓയിൽ ഫിൽഡ് ഷോക്ക് അബ്സർ. അത് ഇതിനകത്ത് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു കിഡിലൻ ലൈറ്റ് കിറ്റ് അല്ലെങ്കിൽ ലൈറ്റ് സിസ്റ്റം വരുന്നുണ്ട്. ഹെഡ് ലൈറ്റ്, ടെയിൽ ലൈറ്റ്, റൂഫ് ലൈറ്റ് എല്ലാം വരുന്ന രീതിയിൽ. ഇനി ഇതിന്റെ കംപ്ലൈന്റ്സ് ആയിട്ട് ആളുകൾ എന്തൊക്കെ പറയുന്നു എന്ന് നോക്കാം. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ പവർ കട്ട് ആണ്. മോട്ടറിന് പവർ കൂടുമ്പോൾ അല്ലെങ്കിൽ ലോഡ് കൂടുന്ന സമയത്ത് കാർ ഓട്ടോമാറ്റിക്കലി പവർ കട്ട് ആവുന്നുണ്ട്. പിന്നെ മറ്റൊരു ഇഷ്യൂ ആയിട്ട് പറയുന്നത് ഇതിന്റെ ചേസ് ആൻഡ് ആക്സിൽ വളരെ ചീപ്പ് ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിന്റെ അടിഭാഗം പല സമയത്തും ഒബ്സ്റ്റക്കിൾസിലെല്ലാം തട്ടി നിൽക്കുന്നുണ്ട്. മോട്ടറും ട്രാൻസ്മിഷനും ഇരിക്കുന്ന ഭാഗം കുറച്ച് താഴ്ന്നിട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒബ്സ്റ്റക്കിൾസിലെല്ലാം തട്ടി നിൽക്കുന്നത് എന്നൊരു കംപ്ലൈന്റ് ഉണ്ട്. ഇനി ഇതിന്റെ സ്റ്റിയറിംഗ് ഇഷ്യൂ ഉണ്ട്. അതായത് ഇതിന്റെ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ടേണിംഗ് റേഡിയസ് വളരെ മോശമാണ് അല്ലെങ്കിൽ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഒരു സെർവോ അത്ര അടിപൊളി സെർവോ അല്ല. നെക്സ്റ്റ് ഇതിന്റെ ടയർ ക്വാളിറ്റി ആണ്. കാണാൻ നല്ല അടിപൊളി ടയർ ആണെങ്കിലും ചെറിയ ഒബ്സ്റ്റക്കിൾസിലും പാറയിലെല്ലാം കയറുന്ന സമയത്തൊന്നും ഗ്രിപ്പ് കിട്ടുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈന്റ് ഉണ്ട്. നെക്സ്റ്റ് ഇതിന്റെ മെയിൻ്റെനൻസ് ഡിഫിക്കൽട്ട് ആണ്. ഇതിനകത്ത് പല സ്ഥലത്തും പിന്നാണ് യൂസ് ചെയ്തേക്കുന്നത് ഇൻസ്റ്റെഡ് ഓഫ് സ്ക്രൂ. സോ അപ്ഗ്രേഡ് ചെയ്യാൻ, അതുപോലെ തന്നെ അഴിച്ചെടുക്കാൻ, റിപ്പയർ ചെയ്യാൻ, പാർട്സ് വെക്കാനെല്ലാം ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിന്റെ ബോഡി വെയിറ്റ് ഇച്ചിരി കൂടുതലാണ്. സോ വണ്ടി ചെരുവിലോ അല്ലെങ്കിൽ കുത്തനെയുള്ള കയറ്റത്തിലെല്ലാം മറിയാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പിന്നെ മറ്റൊരു ഇഷ്യൂ ആയിട്ട് പറയുള്ളത് ഇതിനകത്തുള്ള ESCക്ക് ഭയങ്കര സൗണ്ട് ഉണ്ട് എന്നതാണ്. ഇതൊരു ഹാർഡ് കോർ ഓഫ് റോഡ് ഫാൻസിന് പറ്റിയൊരു വണ്ടിയല്ല എന്നാണ് എൻ്റെ ഒരു പൊതുവായിട്ടുള്ള അഭിപ്രായം. സോ ഇതാണ് ഇതിനെ കുറിച്ചിട്ടുള്ള ഓവറോൾ റിവ്യൂ. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വാങ്ങിക്കാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം, ഫോളോ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം.